നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് കൊടി ഉയർന്നു. 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കുമെന്ന് MP ഗോവിന്ദൻ. EP-യും TP രാമകൃഷ്ണനും തുടർന്നേക്കും. പ്രതിനിധി സമ്മേളനം നാളെ. സിനിമാ സമരത്തിൽ അന്തിമ തീരുമാനം സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമെന്ന് ഫിലിം ചേംബർ. സാംസ്കാരിക മന്ത്രിയുമായുള്ള ചർച്ച ഈ മാസം 10-ന് ശേഷം. മാർക്കോ സിനിമയ്ക്ക് ടെലിവിഷൻ സംപ്രേഷണ വിലക്ക്. വെട്ടിമാറ്റാൻ കഴിയാത്ത വയലൻസ് എന്ന് സെൻസർ ബോർഡ്. കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ചു. താടിയെല്ലിന് പരിക്കേറ്റ കുട്ടിയാനയ്ക്ക് ചികിത്സ നൽകാൻ ശ്രമം. ഇടക്കൊച്ചിയിൽ പകൽപൂരത്തിനിടെ ഇടഞ്ഞ ആനയെ തളച്ചു. മലപ്പുറത്ത് കുതിരാടത്ത് പുലിയിറങ്ങി. ഏറ്റുമാനൂരിൽ വീട്ടമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടിയ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. അട്ടപ്പാടിയിൽ അച്ഛനെ മക്കൾ മർദ്ദിച്ച് കൊലപ്പെടുത്തി. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിംഗ് SDPIക്ക് ലഭിച്ചുവെന്ന് ED. SDPIയെ നിയന്ത്രിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട്. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ MK ഫൈസി ഫണ്ട് കൈപ്പറ്റിയെന്നും കണ്ടെത്തൽ. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി. വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ച് പഠനം നടത്തണമെന്ന് ഉത്തരവ്. ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് തല്ലി സീനിയർ വിദ്യാർത്ഥികൾ. ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ന്യൂസിലൻഡിന് മുന്നിൽ ദക്ഷിണാഫ്രിക്ക പതറുന്നു. 363 റൺസ് പിന്തുടരുന്നതിനിടെ 4 വിക്കറ്റ് നഷ്ടം. കിവീസിന്റെ രജിൻ രവീന്ദ്രയ്ക്കും വില്യംസിനും സെഞ്ചുറി. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയയുടെ സ്റ്റീവൻ സ്മിത്ത്. വാർത്തയിലേക്ക് വിശദമായി. ചെങ്കോട്ടയായി കൊല്ലം. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് കൊടിയുയർന്നു. പ്രതിനിധി സമ്മേളനം നാളെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. സംഘടനാ ചുമതലകളിൽ 75 വയസ്സ് എന്ന നിബന്ധന കർശനമായി നടപ്പാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ 75 വയസ്സിനോടടുക്കുന്ന EP ജയരാജനും TP രാമകൃഷ്ണനും നേതൃപദവികളിൽ തുടരുമെന്ന സൂചനയും സംസ്ഥാന സെക്രട്ടറി നൽകി. കൊടിമര പതാക ദീപശിഖ റാലികൾ ആശ്രാമ മൈതാനത്ത് സംഗമിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പാർട്ടി പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചു. സംസ്ഥാന സമിതി യോഗം ചേർന്ന് സമ്മേളന നടപടിക്രമങ്ങൾ തീരുമാനിച്ചു. ഉദ്ഘാടന സെഷന് ശേഷം സംസ്ഥാന സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന വികസന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ച പാർട്ടി പദവികളിൽ 75 വയസ്സ് എന്ന നിബന്ധന കർശനമായി നടപ്പാക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ പാർട്ടി കോൺഗ്രസിന് തൊട്ടു പിന്നാലെ 75 വയസ്സ് പൂർത്തിയാക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ എന്നിവർക്ക് ആശ്വാസം നൽകുന്നതാണ് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ. 75 കഴിഞ്ഞവർ ഇവിടുന്ന് ഒഴിവാകും. ഞങ്ങളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് 75 വയസ്സ് കഴിഞ്ഞവരെയാണ് ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്. PK ശ്രീമതി, AK ബാലൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരാണ് 75 വയസ്സ് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. NR ബാലൻ, MK കണ്ണൻ എന്നീ സംസ്ഥാന സമിതി അംഗങ്ങൾക്കും പ്രായം പുറത്തേക്കുള്ള വഴിയൊരുക്കും. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ചില നേതാക്കളെ കൂടി സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ CPM ആലോചിക്കുന്നുണ്ട്. കൂടുതൽ യുവാക്കളെയും വനിതകളെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തും എന്നാണ് സൂചന. BV അരുൺ, ന്യൂസ് 18, കൊല്ലം.
സംഘടനാ ചുമതലകളിൽ 75 വയസ്സ് എന്ന നിബന്ധന കർശനമായി നടപ്പാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. എന്നാൽ 75 വയസ്സിനോടടുക്കുന്ന EP ജയരാജനും TP രാമകൃഷ്ണനും നേതൃപദവികളിൽ തുടരുമെന്ന സൂചനയുമാണ് സംസ്ഥാന സെക്രട്ടറി നൽകിയത്. കണ്ണൂർ പാർട്ടി കോൺഗ്രസാണ് പാർട്ടി പദവികളിൽ തുടരുന്നതിനുള്ള പ്രായം 75ആയി നിജപ്പെടുത്തിയത്. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. 75 പിന്നിട്ടവരെ ഒഴിവാക്കും. 75 കഴിഞ്ഞവർ ഇവിടുന്ന് ഒഴിവാകും. 75 കഴിഞ്ഞവർ ഇവിടുന്ന് ഒഴിവാകും. അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളാം. ഞങ്ങളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് 75 വയസ്സ് കഴിഞ്ഞവരെയാണ് ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പാർട്ടി കോൺഗ്രസിന് തൊട്ടു പിന്നാലെ 75 വയസ്സ് പൂർത്തിയാകുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ എന്നിവർക്ക് ആശ്വാസം നൽകുന്നതാണ് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ. അതിനിടയിൽപ്പെട്ടവരെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് സംഘടനാപരമായ തീരുമാനമുള്ളതാണ്. PK ശ്രീമതി, AK ബാലൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരാണ് 75 വയസ്സ് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. NR ബാലൻ, MK കണ്ണൻ എന്നീ സംസ്ഥാന സമിതി അംഗങ്ങൾക്കും പ്രായം പുറത്തേക്കുള്ള വഴിയൊരുക്കും. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ചില നേതാക്കളെ കൂടി സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ CPM ആലോചിക്കുന്നുണ്ട്. VV അരുൺ, ന്യൂസ് 18, കൊല്ലം. സംസ്ഥാന സമ്മേളന വേദികളിലും തുടർഭരണം ചർച്ചയാക്കി CPM. വികസനം തുടരാൻ സർക്കാരിന്റെ തുടർച്ചയുണ്ടാകണമെന്നും ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്നുമാണ് CPMന്റെ പ്രചരണം. സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകളിലും സംഘടനാ വിഷയങ്ങൾക്കൊപ്പം കേരള വികസനവും ചർച്ചയാകും. പൊതുരാഷ്ട്രീയവും സംഘടനാ വിഷയങ്ങളും ഇഴകീറി പരിശോധിക്കലാണ് CPM സമ്മേളനങ്ങളുടെ മുഖ്യ അജണ്ട. വിമർശനവും സ്വയം വിമർശനവും തിരുത്തലുമെല്ലാം അതിന്റെ ഭാഗമായി വരും. പ്രത്യയശാസ്ത്ര തർക്കവിതർക്കങ്ങളെ മറികടന്ന് CPM സമ്മേളന ചർച്ചകളിലേക്ക് വികസന അജണ്ടകൾ കടന്നുവരികയാണ്. എറണാകുളം സമ്മേളനത്തിലാണ് ഈ മാറ്റത്തിന് CPM തുടക്കമിട്ടത്. നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാടെന്ന രേഖ പിണറായി വിജയനാണ് എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. കൊല്ലത്ത് അതിന് തുടർച്ചയായ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയും പിണറായി തന്നെ അവതരിപ്പിക്കും. 2ാം ടേം പൂർത്തിയാക്കാൻ പോകുന്ന സർക്കാരിന് ഒരു ടേം കൂടി CPM ഉറപ്പിക്കുന്നു. അല്ലെങ്കിൽ അത്തരം ആത്മവിശ്വാസമുണ്ടെന്ന ബോധ്യം പൊതുസമൂഹത്തിനുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഭരണ തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ വികസന തുടർച്ചയും സാധ്യമാകൂ എന്നാണ് പ്രചരണം. ആവശ്യമായ തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല വികസനം വേണം, പുതിയ സംരംഭങ്ങൾ വേണം, പുതിയ വ്യവസായങ്ങൾ വേണം. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഉന്നതമായ ഒരു കേരളീയ സംസ്കൃതിയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് അതുകൂടി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നത്. AICCയുടെ സർവേയിൽ പോലും പിണറായി സർക്കാരിന് തുടർച്ച പ്രവചിക്കുന്നുവെന്നാണ് ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ച് CPM നേതാക്കൾ പറയുന്നത്. വാസ്തവത്തിൽ ഇന്നലത്തെ പല പത്രങ്ങളിലും ഇന്നത്തെ പത്രങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും ചില വാരികകൾ തന്നെ കോൺഗ്രസ് നടത്തിയ, കോൺഗ്രസിന്റെ AICC നേതൃത്വം നേരിട്ട് നടപ്പിലാക്കിയ ഒരു രഹസ്യ സർവേ, വളരെ സീരിയസ് ആയ സർവേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ വാർത്തയുടെ കണ്ടിട്ടാണ്. ആ സർവേയിൽ തന്നെ പറയുന്നു 3ാം തവണയും LDF വരുന്നതിനുള്ള ഒരു അന്തരീക്ഷമാണുള്ളത്. ഗവൺമെന്റിനെ പറ്റി നല്ല അഭിപ്രായമാണ്, മുന്നണിയെപ്പറ്റി, പാർട്ടിയെപ്പറ്റി, LDFനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. ആ ഒരു അഭിപ്രായം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അങ്ങേയറ്റം വിനീതമായ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. വിഭാഗീയതയോ കാര്യമായ സംഘടനാ പ്രശ്നങ്ങളോ പാർട്ടിയിലില്ലെന്ന് CPM അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലം സമ്മേളനത്തിന്റെ സമയക്രമത്തിലേറിയ പങ്കും വികസന ചർച്ചകൾക്കായി CPM മാറ്റിവെക്കാനാണ് സാധ്യത. ഭരണ തുടർച്ചയാണ് ലക്ഷ്യം. അതിനുള്ള മന്ത്രവും മുദ്രാവാക്യവുമായി CPM കാണുന്നത് വികസനമാണ്. സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ വിഷയങ്ങൾക്കൊപ്പമോ ഒരുപക്ഷെ അതിനു മുകളിലോ ചർച്ച ചെയ്യാൻ പോകുന്നതും എങ്ങനെ കേരള വികസനം എന്ന കാര്യമാകും. കൊല്ലത്ത് നിന്നും അരുൺ പാലൂരിനൊപ്പം VV അരുൺ, ന്യൂസ് 18. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. പല സംസ്ഥാനങ്ങളിലും BJPയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസാണ്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച കോൺഗ്രസാണ് ഡൽഹിയിലെ BJP വിജയത്തിന് കാരണം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്ന് മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികൾ ആലോചിക്കണമെന്നും CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. മദ്യപിക്കുന്നവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കാമെന്നും എന്നാൽ പാർട്ടി മെമ്പർമാർ കുടിക്കരുതെന്നാണ് പറഞ്ഞതെന്നും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. മദ്യപിക്കുന്ന ആളുകളല്ല പാർട്ടി ആഗ്രഹിക്കുന്ന കേഡർമാർ. മദ്യപിക്കുന്നവരെ സംരക്ഷിക്കുന്നത് പാർട്ടിയുടെ നയമല്ലെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. കുടിക്കാത്തവർക്ക് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അവർ നമ്മുടെ പാർട്ടി മെമ്പർമാരല്ലാതിരിക്കുമല്ലോ. അനുഭാവികൾ അതുപോലുള്ള ആളുകളായിട്ട്, പാർട്ടി ബന്ധുക്കളായിട്ട് എല്ലാവർക്കും തുടരാം. അവരൊന്നും, ഞങ്ങൾ മദ്യപന്മാർ
പാർട്ടിയായിട്ട് ബന്ധമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പാർട്ടി സംഘടനാ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരായ പാർട്ടി സഖാക്കൾ, പാർട്ടി മെമ്പർമാർ മദ്യപിക്കരുത് എന്നാണ് പാർട്ടി രാഷ്ട്രീയമായ നിലപാട്. അത് കൃത്യമായിട്ട് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൽക്കത്ത പ്ലീനം 2013 ഞങ്ങൾ കൽക്കത്ത പ്ലീനം നടത്തിയത്. പ്ലീനം നടന്നപ്പോൾ ആ പ്ലീനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇന്ത്യയിലെ പാർട്ടി മെമ്പർമാരെങ്ങനെയായിരിക്കണം, അതിന്റെ മൂല്യം എന്തൊക്കെയായിരിക്കണം എന്നെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് ഞങ്ങൾ പറഞ്ഞത് മദ്യപിക്കാൻ പാടില്ല, മദ്യപന്മാരായ ആളുകളല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ടി കേഡർമാർ. സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളുടെ നയരൂപീകരണ ചുമതല ശശി തരൂരിനെ ഏൽപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം. നിയമസഭയിൽ സർക്കാരിനെതിരായ കടന്നാക്രമണത്തിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് നേതൃത്വം നൽകും. കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള എഐസിസിയുടെ കർമ്മ പദ്ധതിയിലാണ് നിർണായക തീരുമാനം. ഇടത് സർക്കാരിന്റെ ഭരണപരാജയം തുറന്നു കാണിക്കാൻ സഭയ്ക്കകത്തും പുറത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്താനാണ് കെപിസിസി നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇടത് സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടുന്നതിനും യുവാക്കൾ, കന്നി വോട്ടർമാർ, മത സാമൂഹിക സംഘടനകൾ തുടങ്ങിയവരുമായി ഇടപെടുന്നതിനും ബഹുമുഖ കർമ്മ പദ്ധതിയാകും എഐസിസി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കെപിസിസി നടപ്പിലാക്കുക. ഒരേ സമയം LDF സർക്കാരിന്റെ വ്യവസായ, തൊഴിൽ, സാമ്പത്തിക മേഖലകളിലെ നുണപ്രചരണങ്ങൾ തുറന്നുകാട്ടിയും കോൺഗ്രസിന്റെ നിക്ഷേപ, തൊഴിൽ അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയുമുള്ള പ്രചാരണത്തിന് ശശി തരൂർ MP നേതൃത്വം നൽകും. ഈ രംഗങ്ങളിലെ പാർട്ടിയുടെ നയരൂപീകരണത്തിലും തരൂർ സജീവമാകും. തരൂരിന്റെ നിലപാടുകൾ ഉയർത്തിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാൻ ശ്രമിച്ച ഇടതുമുന്നണിക്കുള്ള മറുപടി കൂടിയാകും ശശി തരൂരിന്റെ പുതിയ ദൗത്യം. LDF സർക്കാരിന്റെ സാമ്പത്തിക ദുർവിനിയോഗം, ഭരണകൂട ധാർഷ്ട്യം, നയപരാജയങ്ങൾ എന്നിവ തുറന്നുകാട്ടിക്കൊണ്ട് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ ഏകോപിത ആക്രമണത്തിന് നേതൃത്വം നൽകും. സുപ്രധാന വിഷയങ്ങളിൽ മറ്റ് മുതിർന്ന അംഗങ്ങളുടെ ഇടപെടലും ഉറപ്പുവരുത്തും. സഭയ്ക്കുള്ളിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ നേരിട്ടുന്നയിക്കാൻ നിയമനിർമ്മാണ അവസരങ്ങളും പരമാവധി ഉപയോഗിക്കും. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് KPCC പ്രസിഡന്റ് K. സുധാകരൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുമായി വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തും. പ്രധാന തീരുമാനങ്ങളിലും അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിനും മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ളവരുടെ നേതൃപരിചയം ഉപയോഗപ്പെടുത്തും. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ബൂത്ത് മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനവും ഊർജ്ജസ്വലമാക്കും. ഡിജിറ്റൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെൻഡ് സെറ്റിംഗ് എന്ന ആശയവും നടപ്പിലാക്കും. യുവാക്കളെയും നവ വോട്ടർമാരെയും ലക്ഷ്യമാക്കിയുള്ള സമൂഹ മാധ്യമ ക്യാമ്പയിനുകൾ സജീവമാക്കാനും യുവ നേതാക്കൾക്ക് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ട് ഫണ്ടിംഗ് SDPIക്ക് ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SDPIയെ നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും PFI ആണെന്നും EDയുടെ കണ്ടെത്തൽ. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ ED അറസ്റ്റ് ചെയ്ത SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. SDPI, PFI എന്നീ സംഘടനകൾക്ക് ഒരേ നേതൃത്വവും അണികളുമാണ്. ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നത് PFI ആണ്. നയരൂപീകരണം, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൽ, പൊതുപരിപാടികൾ, കേഡർ മൊബിലൈസേഷൻ എന്നിവയ്ക്കെല്ലാം SDPI PFIയെ ആശ്രയിച്ചിരുന്നു. കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനത്ത് നിന്നും ഇത് സംബന്ധിച്ച തെളിവുകൾ കണ്ടെത്തിയതായി ED പറയുന്നു. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി പണം നൽകിയതിന്റെ രേഖകൾ ലഭിച്ചു. SDPIക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചതായും തെളിഞ്ഞു. രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിനായി PFI പിരിച്ച പണത്തിന്റെ വിഹിതം MK ഫൈസി കൈപ്പറ്റിയതായും ED വ്യക്തമാക്കുന്നു. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. കേസിൽ 12 തവണ നോട്ടീസ് അയച്ചിട്ടും MK ഫൈസി ഹാജരായില്ലെന്ന് ED പറയുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റെന്നാണ് ED അറിയിച്ചത്. ന്യൂസ് 18 കൊച്ചി. ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ സിനിമ TV ചാനലുകളിൽ പ്രദർശിപ്പിക്കില്ല. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിരസിച്ചു. വെട്ടിമാറ്റാൻ കഴിയാത്ത അത്ര വയലൻസ് സിനിമയിൽ ഉണ്ടെന്നായിരുന്നു വിലയിരുത്തൽ. മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ലെന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞു. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് നിരസിച്ചത്. U അല്ലെങ്കിൽ U ബാർ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത അത്ര വയലൻസ് സിനിമയിലുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ.
കൂടുതൽ സീനുകൾ വെട്ടിമാറ്റണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാമെന്നും സെൻസർ ബോർഡ് അറിയിച്ചു. ചിത്രത്തിന്റെ OTT പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടും കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. അതേസമയം മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ലെന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞു. മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ല, പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്ന് കരുതിയെന്നും നിർമ്മാതാവ്. ഈ പറഞ്ഞ സിനിമയിലുള്ള വയലൻസ് ആൾക്കാരിലേക്ക് ഇപ്പോ കുട്ടികൾ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിനിമയെ സിനിമയായിട്ട് കാണാനും ഈ പറഞ്ഞ ലൈഫിലെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ സിനിമ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം സിനിമയായിട്ട് തന്നെ കാണേണ്ടി വരും എന്നുള്ളത് നമ്മളുടെ കൂട്ടുകാരിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ വീട്ടിൽ നിന്നും നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒരു ബോധവൽക്കരണം ആവശ്യമുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും വയലൻസ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. ന്യൂസ് 18 കൊച്ചി. സിനിമാ സമരം സംബന്ധിച്ച് ഫിലിം ചേംബർ സർക്കാരുമായി ചർച്ച നടത്തും. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ഈ മാസം 10 ശേഷമായിരിക്കും കൂടിക്കാഴ്ച. അതിനുശേഷം സൂചനാ പണിമുടക്കിലടക്കം തീരുമാനമെടുക്കും. സിനിമയിലെ വയലൻസ് സമൂഹത്തെ സ്വാധീനിക്കുമെന്നും അതിന് അറുതി വരുത്തേണ്ടത് സെൻസർ ബോർഡാണെന്നും ഫിലിം ചേംബർ പറഞ്ഞു. ജൂൺ 1 മുതൽ നടക്കുന്ന സിനിമാ സമരത്തിന് മുന്നോടിയായി സൂചനാ പണിമുടക്ക് ഈ മാസം ഉണ്ടാകുമെന്നായിരുന്നു ഫിലിം ചേംബർ പറഞ്ഞത്. എന്നാൽ മന്ത്രി സജി ചെറിയാൻ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചതോടെ ഇനി ചർച്ച കഴിഞ്ഞ് സൂചനാ പണിമുടക്കിൽ തീരുമാനമെടുക്കുമെന്ന് ചേംബർ പ്രസിഡന്റ് വ്യക്തമാക്കി. ചർച്ച 10-ാം തീയതിക്ക് ശേഷം ഒരു ചർച്ച സിനിമാ മന്ത്രി നമ്മളെ എല്ലാ അഫയേഴ്സും വിളിച്ചുകൊണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ചേംബറിൽ ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ സംഘടനകളെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വെക്കാമെന്നും 10-ാം തീയതിക്ക് ശേഷം മീറ്റിംഗ് വെക്കാമെന്നും അതിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രാവശ്യം കൊടുത്തുള്ള നിവേദനങ്ങളാണ്. അദ്ദേഹം അതിന് ഒരു മീറ്റിംഗിൽ കൂടി പരിഹാരം കണ്ടെത്താമെന്നുള്ള ഒരു സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. GSTക്കപ്പുറം സിനിമയിലെ വിനോദ നികുതി ഒഴിവാക്കുക, സിനിമയെ വ്യവസായമാക്കി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിലാകും ചർച്ച. നേരത്തെയും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്കപ്പുറം ഒരു തീരുമാനവും നടപ്പാക്കിയില്ല. ഇത്തവണയും അത് തന്നെ ആവർത്തിച്ചാൽ ഉറപ്പായും പണിമുടക്കുമെന്നും അത് സിനിമകളുടെ റിലീസിനെ ബാധിക്കാത്ത തരത്തിലായിരിക്കുമെന്നും ചേംബർ പ്രതിനിധികൾ പറഞ്ഞു. സിനിമയിലെ വയലൻസ് സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നും ഫിലിം ചേംബർ പ്രതിനിധികൾ പറഞ്ഞു. മാർക്ക് എന്ന് പറഞ്ഞ പടത്തിനെ പറ്റി ഇപ്പോൾ വന്നത്, മാർക്ക് എന്ന് പറഞ്ഞ പടം TV മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടല്ലോ. അപ്പൊ സെൻസർ ബോർഡാണ് അതിന് നിയന്ത്രണം കൊണ്ടുവരാൻ, ഞങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനൊന്നും സാധിക്കില്ല. വയലൻസ് കുത്തിനിറച്ച് പുറത്തിറക്കുന്ന സിനിമകൾ TV ചാനലുകളിൽ നിന്ന് വിലക്കുന്നുവെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിലക്കണമെന്നും ഫിലിം ചേംബർ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് 18 കൊച്ചി. ആശാ വർക്കർമാർക്ക് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ മന്ത്രി വീണ ജോർജിന്റെ വാദം പൊളിഞ്ഞു. സിക്കിമിലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപ തന്നെ. കേരളത്തിൽ ലഭിക്കുന്നത് 7,000 രൂപ മാത്രം. ഇത് സംബന്ധിച്ച രേഖകൾ ന്യൂസ് 18 പുറത്തുവിട്ടു. സർ, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സർ ഇവിടെ ഓണറേറിയം സംസ്ഥാനം നൽകുന്നത് 7,000 രൂപയാണ്. ഡീൻ കുര്യാക്കോസ് MP-ക്ക് ലോക്സഭയിൽ ലഭിച്ച മറുപടി ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ മാക്കൂട്ടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ രംഗത്തെത്തിയത്. ആശമാരുടെ സിക്കിമിലെ ഓണറേറിയം 10,000 രൂപയാണ് എന്ന MLA-യുടെ വാദം പക്ഷേ ആരോഗ്യമന്ത്രി അംഗീകരിച്ചില്ല. തന്റെ കയ്യിൽ സിക്കിം സർക്കാരിന്റെ ഉത്തരവുണ്ട്. അതിൽ ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത് 6,000 രൂപയാണ്. അത് വിശ്വസിക്കുക എന്നത് മാത്രമാണ് തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് എന്നും മന്ത്രി പറഞ്ഞു. 2022 ഒക്ടോബർ 1 മുതൽ സിക്കിമിലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കി ഉയർത്തിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. എന്നാൽ ഈ തുക കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപാണ് നൽകി തുടങ്ങിയത് എന്ന് ന്യൂസ് 18 സിക്കിം പ്രതിനിധി സൃഷ്ടി പ്രധാൻ റിപ്പോർട്ട് ചെയ്യുന്നു. 10,000 to the ASHA workers per month. This has been notified many years ago, but then since last year, 2024, the CM, Chief Minister Prem Singh Ramu, announced this last year, and then he's been paying it to the ASHA workers. ഇതോടൊപ്പം ആന്ധ്രാപ്രദേശ് 10,000 രൂപയാണ് ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത്. കർണാടകയും സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കൂടുതൽ ആനുകൂല്യം നൽകുന്നതായും അവകാശവാദം ഉന്നയിക്കുന്നു. ആശമാരുടെ സമരം കൂടുതൽ ജനശ്രദ്ധയാകർഷിക്കുന്ന സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ തുക കേരളം നൽകുന്നു എന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.
കൃത്യമായി കേന്ദ്രം സഹായം അനുവദിക്കുന്നതിനാലാണ് കേന്ദ്ര സഹായം കിട്ടിയില്ലെന്ന് കേരളം പറയുന്നതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. മീൻ വേണമെന്ന് അവർ പറഞ്ഞു. മീൻ കഴിക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെനിക്കറിയില്ല. ഇവിടെ കുളങ്ങളുണ്ട്. ഈ മറ്റുള്ള കാര്യത്തിന് വെള്ളമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ മത്സ്യം വളർത്തുന്നതിനുള്ള കുളങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചു. സയൻറ്റിസ്റ്റുകൾ വന്നു. അത് ഒക്ടോബറിൽ തൊട്ട് തന്നെ ദീപ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ICAR അവർ വന്നതാണ്. ഇവിടെ അവർ പരിശോധിച്ചതാണ്. അത് മീൻ വളർത്താൻ കൊള്ളാം എന്നുള്ളൊരു ഇതിലാണ് കണ്ടെത്തിയത്. ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ധനമന്ത്രി KN ബാലഗോപാൽ. തെറ്റിദ്ധാരണ പരത്തുന്ന സുരേഷ് ഗോപി വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കരുത്. സഹായം കിട്ടാൻ കേരളം പിന്നാക്കമെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് ഒരു കേന്ദ്രമന്ത്രി നേരത്തെ ആവശ്യപ്പെട്ടത്. അങ്ങനെ പിന്നാക്കമായിട്ട് കേരളത്തിന് ഔദാര്യം വേണ്ടെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഇതിനകത്ത് തരാനുള്ള പണം എല്ലാം തന്നു. കേരളത്തിന്റെ മിസ്മാനേജ്മെന്റ് ആണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യം പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ചിന്തിക്കില്ലേ? കാര്യം കാണുന്നവരെല്ലാം ചിന്തിക്കും. അപ്പൊ ഇങ്ങനെ വന്ന് പറയാൻ പാടില്ല. ഇവിടെ വന്നിട്ട് അവിടെ പോയി ഞാൻ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത്. എനിക്കൊരു വ്യക്തിയെ അങ്ങനെ പറയുന്ന രീതിയൊന്നും സ്വഭാവമില്ല. പക്ഷെ അവിടെ വന്നിട്ട് ഞാൻ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് പോവാ. എന്നിട്ട് അവിടെ ചെന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു. കേന്ദ്രത്തിന്റെ ഒരു മന്ത്രി സംസ്ഥാനത്ത് വന്നിട്ട് ആളുകളുടെ ആശാവർക്കേഴ്സിന്റെ അടുത്ത് ഉൾപ്പെടെ പോയിട്ട് ഇങ്ങനെയാണെന്നൊരു തെറ്റിദ്ധാരണ വരുത്തരുത്. അപ്പൊ ഞങ്ങൾ ഈ കൊടുത്ത കാര്യങ്ങൾ എന്താ? ഞങ്ങൾ ഈ പറഞ്ഞ ജയ്സാൽമീർ മീറ്റിംഗിലും അതിനു മുമ്പത്തെ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിലും പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്താ കേന്ദ്രത്തിന്റെ അഭിപ്രായം? ഞാൻ ഇതുവരെ ഇത്തരം കാര്യങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞല്ലാതെ അതിനപ്പുറം പറഞ്ഞിട്ടില്ല. ഈ കാര്യം കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്ത മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ പറഞ്ഞൊരു കാര്യം. അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കുന്നതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രിമാർ. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 24ാം ദിവസം പിന്നിടുകയാണ്. സമരത്തിന് പിന്തുണയുമായി വിവിധ സംഘടനകൾ സമരപന്തലിലെത്തി. ഇന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം ഇടതുമുന്നണിയിലും ശക്തമാണ്. സർക്കാരിനെ മോശമാക്കാൻ LDF വിരുദ്ധർ ബോധപൂർവം നടത്തുന്ന സമരമാണെങ്കിലും ആശാപ്രവർത്തകരെ മാനിച്ച് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ഗുരുതരമായി പരിക്കേറ്റ കാട്ടാനയെ മയക്കുമടി വെച്ചു. താടിയെല്ലിന് പരിക്കേറ്റ കുട്ടിയാനയെ പിടികൂടി ചികിത്സ നൽകാനാണ് മയക്കുവെടി വെച്ചത്. വയനാട്ടിൽ നിന്നെത്തിയ 15-അംഗ സംഘമാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. ഡോക്ടർ അജീവ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘമാണ് മയക്കുവെടി വെച്ചത്. ആന മയങ്ങി. ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കുട്ടി എത്തിയത്. ആനയുടെ ജീവൻ രക്ഷിക്കുക ശ്രമകരമെന്ന് ACF അറിയിച്ചു. വനത്തിലേക്ക് തുരത്തുക പ്രായോഗികമല്ലെന്നും ചികിത്സയ്ക്കാണ് പ്രാഥമിക പരിഗണനയെന്നും ACF വീരദേശൻ പറഞ്ഞു. ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ ആനയെ തളച്ചു. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 3 കാറുകളും 1 ബൈക്കും ആനയെ കൊണ്ടുവന്ന ലോറിയും ആന തകർത്തു. പാപ്പാനും പരിക്കേറ്റു. ആനയെ ഇടക്കൊച്ചി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പകൽപൂരത്തിന് കൊണ്ടുവന്നതായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ആനയെ തളച്ചത്. കടുവയുടെ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകി വനംവകുപ്പ്. മലപ്പുറം കരുവാരക്കുണ്ട് മണിക്കനാം പറമ്പിൽ ജെറിനാണ് ആർത്തല ചായ എസ്റ്റേറ്റിന് സമീപം താൻ കണ്ട കടുവയുടേതെന്ന പേരിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. നിലമ്പൂർ സൗത്ത് DF ധനിത് ലാലിന്റെ നേതൃത്വത്തിൽ ജെറിയെ ചോദ്യം ചെയ്തു. പഴയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ജെറിൻ സമ്മതിച്ചു. നാട്ടുകാരെ ആശങ്കപ്പെടുത്തിയതിന് ജെറിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകി. ഈ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ മുൻപ് ഷൂട്ട് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണെന്നുള്ള സംശയത്തിന്മേൽ ഞങ്ങൾ പരിശോധിച്ചതിൽ ഞങ്ങൾക്കിത് മുൻപ് ഷൂട്ട് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും സ്റ്റേഷൻ സ്റ്റാഫും നേരിട്ട് ഈ വീഡിയോ പകർത്തി എന്ന് അവകാശപ്പെടുന്ന ജെറിൻ്റെ അടുത്തെത്തി വിശദമായി ചോദിച്ച് ടിയാൻ ഈ വീഡിയോ വ്യാജമായ മാധ്യമങ്ങൾക്ക് നൽകിയതാണെന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ടിയാൻ ഈ വ്യാജമായി നൽകിയ വീഡിയോ കാരണം നാട്ടിലെ ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തിയിലായിട്ടുള്ളതാണ്. അതിൽ രാവിലെ റബ്ബർ വെട്ടുകാരുണ്ട്, രാവിലെ സ്കൂളിൽ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ജനങ്ങൾക്ക് ഈ വാർത്ത ഒരു ഭീതി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ വ്യാജ വാർത്ത കൊടുത്തതിന് ടിയാനെതിരെ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ വനംവകുപ്പ് പരാതി നൽകിയിട്ടുണ്ട്.
തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. മലപ്പുറം തൃക്കലങ്ങോട് കുതിരാടത്ത് 7 ആടുകളെ പുലി കൊന്നു. വെള്ളിയമൽ കരീമിന്റെ ആടുകളെയാണ് പുലി പിടിച്ചത്. പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. പുലിഭീതിയിലാണ് മലപ്പുറം തൃക്കലങ്ങോട് ഗ്രാമം. ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വെള്ളിയമൽ കരീമിന്റെ വീട്ടിലെ 7 ആടുകളെ കൊല്ലുകയും ഒരെണ്ണത്തിന്റെ പകുതി ഭക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ പ്രിയപ്പെട്ട നമ്മുടെ കരീമാക്കാന്റെ വീട്ടിൽ 7ഓളം ആടുകളെ കൊന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. അത് വ്യക്തമായിട്ടും ഇവിടെ സ്ഥാപിച്ച CCTVയിൽ പുലി വരുന്നതും അത് പുലി മടങ്ങിപ്പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് CCTVയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ വളരെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ജനവാസ മേഖലയാണത്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ അല്ല. ഇത്തരത്തിലുള്ള മേഖലയിൽ പോലും ഈ വന്യജീവികളുടെ ആക്രമണം എന്ന് പറയുന്നത് വളരെ ഗൗരവമാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ നാട്ടുകാർ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക ഈ നാട്ടുകാരുടെ ഇടയിലുണ്ട്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവായതിനാൽ പ്രദേശവാസികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം പള്ളിത്തുറയിൽ 4 തിമിംഗല സ്രാവുകൾ വലയിൽ കുരുങ്ങി. 2 എണ്ണത്തിനെ വല മുറിച്ച് കടലിൽ വിട്ടു. പള്ളിത്തുറ സ്വദേശി സുനിലിന്റെ വലയിലാണ് 4 തിമിംഗല സ്രാവുകൾ അകപ്പെട്ടത്. രാവിലെ 8 മണിയോടെ വല വലിച്ചു കയറ്റുന്നതിനിടെയാണ് സ്രാവുകളെ കണ്ടത്. വല മുറിച്ചതോടെ 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു. കോട്ടയം ഏറ്റുമാനൂരിൽ വീട്ടമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് നോബി അറസ്റ്റിൽ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷമാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷൈനി മക്കളായ അലീന, ഇവാന എന്നിവരെ കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അന്ന് തന്നെ ഷൈനിയുടെ കുടുംബം ഭർത്താവ് നോബിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നോബിയുടെ ക്രൂര പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യ എന്നായിരുന്നു ആരോപണം. ഇത് ശരിവെക്കുന്നതാണ് പോലീസ് നടപടി. നോബിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ശേഷം ഏറ്റുമാനൂർ പോലീസ് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. നോബി ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് 9 മാസം മുൻപാണ് 2 പെൺമക്കളുമായി ഷൈനി തൊടുപുഴയിലെ നോബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. തുടർന്ന് ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസം. ഇതിനുശേഷം ഫോൺ വഴി ഉൾപ്പെടെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ആത്മഹത്യയ്ക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലും നോബി ഏറ്റുമാനൂരിലെത്തിയിരുന്നതായി വിവരമുണ്ട്. ഇവരുടെ ഫോണുകളിൽ നടത്തിയ പരിശോധനയിലും നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. ന്യൂസ് 18 കോട്ടയം. നിലമ്പൂരിൽ വയോധികയ്ക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം. നിലമ്പൂർ CH നഗറിലെ പാട്ടത്തൊടി വീട്ടിൽ താമസിക്കുന്ന 80 വയസ്സുകാരി ഇന്ദ്രാണിക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന ഇന്ദ്രാണിയെ അയൽവാസി ഷാജി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിനിടെ അയൽവാസികളാണ് ദൃശ്യങ്ങൾ പകർത്തിയതും ഇന്ദ്രാണിയെ രക്ഷിച്ചതും. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. മർദ്ദനത്തിൽ ഇന്ദ്രാണിക്ക് മുഖത്തും ശരീരത്തിലും പരിക്കേറ്റു. സംഭവത്തിൽ നിലമ്പൂർ പോലീസ് ഷാജിയെ കസ്റ്റഡിയിലെടുത്തു. കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം ജയിൽ അധികൃതരോട് വിശദീകരിച്ച് വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതി അഫാൻ. കടബാധ്യത ഉണ്ടായതിനെ തുടർന്ന് ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് നിരന്തര അധിക്ഷേപമുണ്ടായി. കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും താനും ആത്മഹത്യ ചെയ്യുമെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞു. 8 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം സബ് ജയിലിൽ എത്തിക്കും മുമ്പ് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി മടങ്ങും വഴിയായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനോടുള്ള ഈ ചോദ്യം. ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പോലീസ് വാഹനത്തിൽ കയറിയ പ്രതി വാഹനത്തിനുള്ളിൽ നിന്ന് മരിക്കാനായിട്ടാണ് താനും വിഷം കഴിച്ചതെന്ന് മറുപടി പറഞ്ഞു. പിന്നാലെ പൂജപ്പുര സബ് ജയിലിൽ എത്തിച്ചതിന് ശേഷമാണ് ജയിൽ അധികൃതരോട് ക്രൂരകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യം അഫാൻ വെളിപ്പെടുത്തിയത്. വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നിട്ടും സഹായിക്കാൻ കടപ്പെട്ട ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. സഹായത്തിനായി പലരോടും അഭ്യർത്ഥിച്ചെങ്കിലും കുറ്റപ്പെടുത്തൽ മാത്രമായിരുന്നു മറുപടി. സാമ്പത്തിക ബാധ്യതകളുടെ കാരണക്കാരി മാതാവ് ഷെമിയെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനുള്ള നീക്കവും അടുത്ത ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പിതൃ സഹോദരനോടുള്ള വൈരാഗ്യം ഏറിയതിന്റെ കാരണം ഇതാണെന്നും അഫാൻ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. ആദ്യം ആക്രമിച്ച അമ്മ മരിച്ചെന്ന് കരുതിയാണ്
മറ്റുള്ളവരെയും ഇല്ലാതാക്കാൻ തീരുമാനമെടുത്തത്. പുറത്തിറങ്ങിയാൽ താനും ആത്മഹത്യ ചെയ്യുമെന്നും 23-കാരനായ കൂട്ടക്കൊലക്കേസ് പ്രതി ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. അഫാന്റെ വിശദമായ ചോദ്യം ചെയ്യലിനും സംഭവ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിനും വേണ്ടി പോലീസ് അടുത്ത ദിവസം നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വരുന്ന തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അതേസമയം കുടുംബത്തിന്റെ 50 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുടെ രേഖകൾ കണ്ടെടുത്തതായി വെഞ്ഞാറമൂട് പോലീസ് അറിയിച്ചു. വരവിൽ കവിഞ്ഞ ചെലവാണ് ബാധ്യതയേറാൻ ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. ആക്രമണം ആസൂത്രണം ചെയ്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനാണ് ശ്രമം. അതേസമയം കേസിലെ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് KSUവും MSFും കോഴിക്കോട് ജുവനൈൽ ഹോമിലേക്ക് മാർച്ച് നടത്തി. കേസിൽ ഡിജിറ്റൽ തെളിവുകൾ കൂടുതൽ ബലപ്പെടുത്താനാണ് പോലീസിന്റെ ശ്രമം. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ച് അറിയാനാണ് പോലീസിന്റെ നീക്കം. ഒപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സന്ദേശങ്ങൾ കൈമാറിയതിൻ്റെ വിവരങ്ങൾ ലഭ്യമാക്കണം. ഇതിനായി മെറ്റയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ആവശ്യപ്പെട്ടു. ഇൻസ്റ്റാ അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം അറിയിക്കാനും മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘർഷം ആസൂത്രണം ചെയ്തതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേസിൽ മുതിർന്നവരുടെ പങ്കും അന്വേഷിക്കും. തെളിവുകൾ ലഭിച്ചാൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കും. അതേസമയം വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ ഇന്നും പോലീസ് കാവലിൽ പരീക്ഷ എഴുതി. ഇന്നലെ അറസ്റ്റിലായ വിദ്യാർത്ഥി ഉൾപ്പെടെ 6 പേരാണ് പരീക്ഷ എഴുതിയത്. ജുവനൈൽ ഹോമിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിൽ ആയിരുന്നു ഇവരുടെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ KSU MSF പ്രവർത്തകർ ജുവനൈൽ ഹോമിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. ചെവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകരെ കൊണ്ടുപോയി. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് തല്ലി സീനിയർ വിദ്യാർത്ഥികൾ. മർദ്ദന ദൃശ്യങ്ങൾ റീലുകളാക്കിയും പ്രചരിപ്പിച്ചു. പുറ്റൂർ KMHS സ്കൂളിലാണ് സംഭവം. മർദ്ദനമേറ്റ ഒരു വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി. റാഗിംഗ് കർശനമായി തടയുന്നതിന് നിയമപരിഷ്കരണം അനിവാര്യമാണെന്ന് കോടതി വിലയിരുത്തി. റാഗിംഗ് വിരുദ്ധ നിയമത്തിൽ മാറ്റം വരുത്തുന്നതിൽ പഠനം നടത്തണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഇതിനായി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പൊതുതാൽപര്യ ഹർജിയിലാണ് പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ 10 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. ചെന്താമരയാണ് ഏക പ്രതി. 100-ലേറെ സാക്ഷികളുണ്ട്. 30-ലേറെ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതേസമയം കേസിലെ ഏക സാക്ഷി അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ വിസമ്മതിക്കുകയാണ്. പ്രതി പുറത്തിറങ്ങിയാൽ തന്നെയും വകവരുത്തുമെന്ന പേടിയാണ് മൊഴി നൽകുന്നതിന് തടസ്സമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിടവേള കൂടി. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്.
വാർത്തകൾ തുടരുന്നു. സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച വിശദീകരിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയ സ്ഥാപനത്തിന് സർക്കാർ പണം നൽകിയെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിന് $48,000 നൽകിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് ആരോപണം. പണം നൽകിയതിന്റെ തെളിവുകൾ ഉണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് പണം കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. പണം കൊടുത്തിട്ടാണ്. അവരുടെ ക്ലയൻ്റാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ. അവർക്ക് 2021 മുതൽ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2021 $13,500 സ്റ്റാർട്ടപ്പ് ജനോമിന് നമ്മൾ കൊടുത്തതാണ്. 2022 $4,500, 2023 $15,000, 2024 $15,000, അങ്ങനെ മൊത്തം $48,000 ഈ 21 മുതൽ 24 വരെ സ്റ്റാർട്ടപ്പ് ജനോം എന്നുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ടാണ് വലിയ റിപ്പോർട്ടാണെന്ന് പറയുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ പ്യൂൺ അബ്ദുൾ നാസറാണ് ചോദ്യപേപ്പർ ചോർത്തിയത്. ഇയാളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിനാണ് ഇയാൾ ചോദ്യപേപ്പർ നൽകിയതെന്ന് ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. പ്യൂൺ അബ്ദുൾ നാസറിനെ സസ്പെൻഡ് ചെയ്തു. കേസിലെ രണ്ടാം പ്രതിയായ ഫഹദിന് ചോദ്യക്കടലാസ് ഫോട്ടോയെടുത്ത് അയച്ചു കൊടുത്തത് നാസറാണെന്ന് പോലീസ് കണ്ടെത്തി. ഇക്കാര്യം നാസർ സ്ഥിരീകരിച്ചതായി ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. MS സൊല്യൂഷൻസ് അധ്യാപകരായ ഫഹദിനെയും ജിഷ്ണുവിനെയും നേരത്തെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാളാണ് പേപ്പർ അയച്ചു കൊടുത്തത് എന്ന് വ്യക്തമായത്. കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. +1 കാര്യമാണ് പ്രതി ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കസ്റ്റഡിയിൽ പ്രതിയെ വാങ്ങും, കൂടുതൽ ചോദിക്കും, അപ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അത് ഒരു കോൺസ്പിറസി എന്തായാലും ഉണ്ടല്ലോ. സ്ഥാപനം അതിന്റെ ഒന്നാം പ്രതിയാണല്ലോ അയാളാണ് നടത്തിയിരിക്കുന്നത്. അയാളാണ് ഇതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത് അയാൾക്കാണ് പ്രത്യേകിച്ചും. അപ്പോൾ അതിൽ ഒരു കോൺസ്പിറസി ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ ആ സെക്ഷനൊക്കെ നമ്മൾ നേരത്തെ ഇടുകയും ചെയ്തതാണ്. SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോർന്നതായാണ് കേസ്. കേസിൽ ഒന്നാം പ്രതി ഷുഹൈബിന്റെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടഞ്ഞിരുന്നു. ഇയാളുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ പരിഗണനയിലാണ്. യൂട്യൂബ് ചാനൽ വഴി പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ പ്രവചിക്കുക മാത്രമാണ് ചെയ്തതെന്നും ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്തിട്ടില്ലെന്നും ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. 2ഉം 3ഉം പ്രതികളായ ഫഹദും ജിഷ്ണുവും നൽകിയ ആദ്യത്തെ മൊഴിയും ഇങ്ങനെയായിരുന്നു. ഫഹദ് പ്രധാനാധ്യാപകനായിരുന്ന സ്കൂളിലെ പ്യൂണാണ് അബ്ദുൾ നാസർ. ന്യൂസ് 18 കോഴിക്കോട്. ലഹരി കണ്ണികൾ പൊട്ടിക്കാൻ പോലീസ്. കേരളത്തിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് തടയാനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് പരിശോധന തുടരുന്നു. കൊച്ചി ആലുവയിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി 6 ഒഡീഷ സ്വദേശികൾ പിടിയിലായി. ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെ വിചാരണ കൂടാതെ 2 വർഷം വരെ തടങ്കലിൽ വയ്ക്കണമെന്ന കേന്ദ്ര നിയമം കർശനമായി നടപ്പാക്കാൻ എക്സൈസ് തീരുമാനിച്ചു. അക്രമ സംഭവങ്ങളിൽ ലഹരിയുടെ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കിയത്. ആലുവയിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി 6 ഒഡീഷ സ്വദേശികൾ പിടിയിലായി. 4 കിലോ കഞ്ചാവ് കൈവശം വെച്ച ഒഡീഷ സ്വദേശി മമത ഡിങ്കലിനെ അറസ്റ്റ് ചെയ്തു. 1 കിലോയോളം ഹാഷിഷ് ഓയിലുമായി 5 ഒഡീഷ സ്വദേശികളെയും പിടികൂടി. വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്ന് നൽകിയ പറവൂർ ഏലൂക്കര സ്വദേശി മുഹമ്മദ് നസീഫയെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് 4.2 ഗ്രാം MDMA പിടിച്ചെടുത്തു. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാണ്. കഴിഞ്ഞ 2 മാസ കാലയളവിനുള്ളിൽ കഞ്ചാവുമായി പിടിയിലായത് 35 അതിഥി തൊഴിലാളികളാണ്. ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെ വിചാരണ കൂടാതെ 2 വർഷം കരുതൽ തടങ്കലിൽ വെക്കണമെന്ന കേന്ദ്ര നിയമം കർശനമായി നടപ്പാക്കാൻ എക്സൈസ് തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും കണക്കെടുപ്പ് തുടങ്ങി. ന്യൂസ് 18 കൊച്ചി. CPM ലഹരി കടത്തുകാർക്ക് സംരക്ഷണം ഒരുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനാകേണ്ട. സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ തന്നെ ചെയ്യണം. ലഹരിക്കെതിരെ കേരളത്തിൽ UDF വ്യാപകമായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തി UDF സംഘടിപ്പിക്കുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പിടിക്കാൻ പറ്റും, പക്ഷെ പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഇത് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പാടില്ല. ഞങ്ങൾ ആരോപിക്കുന്നു, കേരളത്തിലെ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന CPM നേതാക്കൾ പലരും പല ജില്ലകളിലും ഇതിന് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ആളുകളാണ്.
CPM-ന്റെ യുവജന സംഘടനയായ DYFI-യുടെ നേതാക്കൾക്ക് പല സ്ഥലത്തും ഈ ലഹരി മരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട്. രാഷ്ട്രീയം പറയുകയല്ല ഈ വിഷയത്തിൽ. നേതൃത്വം, ഗവൺമെന്റ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മദ്യലഹരിയിൽ ജോലി ചെയ്ത ഗ്രേഡ് SI പിടിയിൽ. സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഗ്രേഡ് SI പ്രകാശാണ് കസ്റ്റഡിയിലായത്. ആശുപത്രി അധികൃതരുടെ പരാതിയെ തുടർന്നാണ് നടപടി. ഡോക്ടർ വന്ദനദാസ് രോഗിയുടെ കൊലക്കത്തിക്കിരയായ അതേ ആശുപത്രിയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എഴുകോൺ സ്റ്റേഷനിലെ ഗ്രേഡ് SI പ്രകാശാണ് മദ്യപിച്ചെത്തിയത്. അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സ തേടിയെത്തിയ രോഗിയോടുള്ള ഗ്രേഡ് SIയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ആശുപത്രി അധികൃതർ തന്നെയാണ് പോലീസിൽ അറിയിച്ചത്. വൈദ്യപരിശോധനയിൽ മദ്യപിച്ചതായി തെളിഞ്ഞു. ഇതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2023 മെയ്യിൽ ഡോക്ടർ വന്ദനാദാസ് ലഹരിക്കടിമയായ രോഗിയുടെ കൊലക്കത്തിക്കിരയായ അതേ ആശുപത്രിയിലാണ് സംഭവമെന്നതും ഗൗരവം കൂട്ടുന്നു. ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തുമ്പോൾ ഇവിടെ എയ്ഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇറങ്ങിയോടിയത് വിവാദമായിരുന്നു. ഇതിനുശേഷം പകൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും രാത്രി 2 പേരുമാണ് ഡ്യൂട്ടിയിലുണ്ടാവുക. ജീവനക്കാർക്കും രോഗികൾക്കും സുരക്ഷയൊരുക്കേണ്ട ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഗൗരവത്തോടെയാണ് കാണുന്നത്. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട്ട് KSRTC ബസ്സിൽ യാത്രക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം. HDFC ബാങ്ക് ജീവനക്കാരനായ കോഴിക്കോട് കടലുണ്ടി സ്വദേശി മുഹമ്മദ് അഷ്റഫാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. പാലക്കാട് നടന്ന മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം കോഴിക്കോടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യുവതി. ബസ്സിലെ സീറ്റിൽ ഒറ്റയ്ക്കിരിക്കുന്നതിനിടെ അഷ്റഫ് അടുത്തു വന്നിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ലൈംഗികാതിക്രമം നടത്തിയതെന്ന് യുവതി കല്ലടിക്കോട് പോലീസിനോട് പറഞ്ഞു. കേസെടുത്ത പോലീസ് അഷ്റഫിനെ അറസ്റ്റ് ചെയ്തു. ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന എലിവേറ്റഡ് ഹൈവേയുടെ ഗർഡറുകൾ തകർന്ന സംഭവം സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് കളക്ടറുടെ കത്ത്. PWD റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗം അന്വേഷിക്കണമെന്നാണ് കത്തിലെ ആവശ്യം. ദേശീയപാത വിഭാഗം നിശ്ചയിച്ച കോഴിക്കോട് NIT-യിലെ സംഘത്തിന്റെ പരിശോധനയ്ക്ക് പുറമെയാണ് ഇത്. പില്ലറുകൾക്ക് മീതെ ഗർഡറുകൾ സ്ഥാപിച്ചതിലുണ്ടായ പിഴവാകാം 4 ഗർഡറുകളും ഒരുപോലെ നിലംപതിക്കാൻ ഇടയാക്കിയതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെയും നിർമ്മാണ കമ്പനിയുടെയും പ്രാഥമിക നിഗമനം. എന്നാൽ കോഴിക്കോട് NIT-യിലെയും NHAIയുടെയും സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെട്ട വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയാലേ സ്ഥിരീകരണമുണ്ടാകൂ. ഗർഡറുകൾ തകർന്നുടഞ്ഞ് കോൺക്രീറ്റ് കൂമ്പാരമായി മാറിയ സ്ഥലം പോലീസും നിർമ്മാണ കമ്പനിയും മറച്ചിരിക്കുകയാണ്. 2 ദിവസത്തിനകം ഇവിടെ വിദഗ്ധ സംഘം സന്ദർശനം നടത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ആലപ്പുഴ ബൈപ്പാസ് നിർമ്മാണത്തിൽ ഉപയോഗിച്ച അതേ നിർമ്മാണ മാതൃകയാണ് നിലവിലെ നിർമ്മാണത്തിലും ഉള്ളത്. ബൈപ്പാസ് നിർമ്മാണത്തിലുണ്ടായിരുന്ന PWD ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ജില്ലാ ഭരണകൂടം കത്ത് നൽകിയത്. കളക്ടറുടെ റിപ്പോർട്ടിന്മേൽ ഏത് നിലയിലുള്ള അന്വേഷണം വേണമെന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റി അപാകത നോക്കാം, പരിശോധിക്കാം കേട്ടോ. രാഷ്ട്രീയം കൊണ്ട് നോക്കാം നമുക്കത് ഇതൊക്കെ ഒരു വലിയ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ കൂടെ പറയാം. എഞ്ചിനീയറിംഗ് ഒരു കോൺട്രാക്ടർ ഡിസൈൻ കൊടുക്കുന്നു, അത് കൺസൾട്ടൻസി വിങ് അത് എൻട്രി ചെയ്യുന്നു, അത് ഇവര് NH പറയുന്ന കൺസൾട്ടൻസി ആ കൺസൾട്ടൻസി കൊടുത്ത് ഗവൺമെന്റ് എഫിക്കാണ് NH നാഷണൽ ഹൈവേയുടെ പാർട്ടിയാണ് അവർ വെറ്റിയെ ഡിസൈൻ ഉപയോഗിക്കുന്നത്. 2 പില്ലറുകൾക്കിടയിലെ 4 ഗർഡറുകൾ നിലംപൊത്തിയതിനെ തുടർന്ന് 87 ലക്ഷം രൂപയുടെ നഷ്ടം നിർമ്മാണ കമ്പനിക്ക് ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. ന്യൂസ് 18 ആലപ്പുഴ.
ആറ്റുകാലിൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം. കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. 13-നാണ് ആറ്റുകാൽ പൊങ്കാല. ഇനിയുള്ള 10 നാൾ തലസ്ഥാനം ഉത്സവലഹരിയിലാണ്. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെ ആറ്റുകാലിൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം. ക്ഷേത്രത്തിൽ ഭക്തരുടെ വലിയ തിരക്കുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്നും അലങ്കരിച്ച വിളക്കുകെട്ടുകൾ ഇന്നു മുതൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. പൊങ്കാല മഹോത്സവത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു. ഈ മാസം 13-നാണ് ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലയ്ക്കെത്തുന്നവർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ഇക്കുറി പ്രത്യേക ക്യൂ ഉണ്ടാകും. ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ തുടക്കം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. കാപ്പുകെട്ടോടെയാണ് ആരംഭിച്ചത്. 3-ാം ഉത്സവ ദിവസം കുത്തിയോട്ടം ആരംഭമാണ്. കുത്തിയോട്ടം 392 കുത്തിയോട്ടം ആയിട്ടുണ്ട്. അത് പിന്നെ 9-ാം ഉത്സവ ദിവസം പൊങ്കാല 10 മണിക്കാണ് അടുപ്പോട്ട്. നേരത്തെ 1:15-നാണ് തവണ നേരത്തെയും. ഭക്തർക്ക് ശുദ്ധജലവും ഭക്ഷണവും ഉറപ്പുവരുത്തും. ഗതാഗത, ഫയർ, മെഡിക്കൽ സംവിധാനവും സജ്ജമാക്കും. 10 സ്ഥലങ്ങളിൽ കൂളറുകൾ സ്ഥാപിക്കും. സുരക്ഷയുടെ ഭാഗമായി 179 CCTV നിരീക്ഷണത്തിനുണ്ടാകും. പൊങ്കാലയോടനുബന്ധിച്ച് 18 സ്പെഷ്യൽ ട്രെയിനുകളും KSRTCയുടെ 700ഓളം ബസ്സുകളും സർവീസ് നടത്തും. പൊങ്കാല വിപണിയും സജീവമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ശ്വാസകോശത്തിലെ അണുബാധയ്ക്ക് നേരിയ കുറവ് വന്നു. ഇന്നലെ ശ്വാസതടസ്സം ഉണ്ടായിട്ടില്ലെന്നും വത്തിക്കാൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാർപ്പാപ്പ ശാന്തമായി ഉറങ്ങിയതായാണ് ജമേലി ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. മരുന്നുകളോടും ചികിത്സയോടും പ്രതികരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക താവളത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 18ആയി. കൊല്ലപ്പെട്ടവരിൽ 5 സൈനികരും ഉൾപ്പെടുന്നു. ഇന്നലെ വൈകുന്നേരം നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം തീവ്രവാദ സംഘടനയായ ജെയ്ഷ് അൽ ഫുർസാൻ ഏറ്റെടുത്തു. വിശുദ്ധ റമദാൻ മാസത്തിൽ നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിടുന്ന ഭീകരാക്രമണങ്ങളെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് അപലപിച്ചു. സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ വാഹനങ്ങൾ സൈനിക ക്യാമ്പിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. സ്ഫോടനത്തിൽ സമീപത്തെ പള്ളിയുടെ മേൽക്കൂരയും ഒരു വീടും തകർന്നു. ഇറക്കുമതി ചുങ്കത്തിൽ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിൽ 2 മുതൽ പരസ്പര പൂരക നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ആദ്യമായി US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ട്രംപ്. കുടിയേറ്റ പ്രശ്നങ്ങൾ, ലഹരി, ലിംഗമാറ്റം, ഇറക്കുമതി ചുങ്കം, യുക്രൈനുമായുള്ള കരാർ, പനാമ കനാൽ ഇടപാട് തുടങ്ങിയ വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ട്രംപ് US കോൺഗ്രസിൽ സംസാരിച്ചത്. രാജ്യങ്ങൾ ഈടാക്കുന്ന ഉയർന്ന താരിഫുകളെ അന്യായമെന്നാണ് ട്രംപ് വിമർശിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങളും ഉയർന്ന തീരുവയാണ് ചുമത്തുന്നത്. ഇന്ത്യ ചുമത്തുന്ന 100% തീരുവ അനീതിയാണെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ട്രംപ്. പകരത്തിന് പകരം തീരുവ എന്ന നിലപാടിലാണ് ട്രംപ്. ഏപ്രിൽ 2 മുതൽ ഇതേ തീരുവ അമേരിക്കയും ചുമത്തും. US-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പരസ്പര താരിഫുകളിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കില്ലെന്ന് വ്യക്തമാക്കിയെന്നും താരിഫ് ഘടനയെക്കുറിച്ച് ആർക്കും തന്നോട് തർക്കിക്കാൻ കഴിയില്ലെന്നും ട്രംപ്. വിദേശത്ത് നിന്നുള്ള അലുമിനിയം, ചെമ്പ്, സ്റ്റീൽ എന്നിവയ്ക്ക് 25% തീരുവയും ചുമത്തി. ഈ തീരുമാനം രാജ്യത്തെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കും. അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് തുടരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. മയക്കുമരുന്ന് മാഫിയകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കും. കുട്ടികളിലെ ലിംഗമാറ്റം കുറ്റകരമാക്കുന്ന നിയമം പാസാക്കും. പനാമ കനാൽ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്ക തിരിച്ചു വന്നു എന്ന വാചകത്തോടെ പ്രസംഗം തുടങ്ങിയ ട്രംപ് മുൻ സർക്കാരുകൾ 8 വർഷങ്ങൾ കൊണ്ട് ചെയ്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ 43 ദിവസം കൊണ്ട് തങ്ങൾ ചെയ്തുവെന്നും അവകാശപ്പെട്ടു. അമേരിക്കയുടെ ചരിത്രത്തിൽ US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമായിരുന്നു ട്രംപിന്റേത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഗുജറാത്തിലെ ജാംനഗറിൽ അനന്ത് അംബാനിയുടെ നേതൃത്വത്തിലുള്ള വൻതാര വന്യജീവി പുനരധിവാസ പാർക്ക് ലോക ശ്രദ്ധയിലേക്ക്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരാണ് അനന്ത് അംബാനിയെയും സംഘത്തെയും പ്രശംസിച്ച് രംഗത്തെത്തിയത്. ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജാംനഗറിലെ വൻതാര വന്യജീവി പുനരധിവാസ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. അനന്ത് അംബാനി മിണ്ടാപ്രാണികളായ ജീവികൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ലോകം കണ്ടുപഠിക്കേണ്ടതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
ഇതിന് പിന്നാലെയാണ് വൻതാരയെ പ്രശംസിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രമുഖരെത്തിയത്. പ്രധാനമന്ത്രി പങ്കുവച്ച ഉദാത്തമായ അഭിപ്രായം തന്നെയാണ് തനിക്കും വൻതാരയെക്കുറിച്ചുള്ളതെന്നാണ് മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര എക്സിൽ കുറിച്ചത്. അനന്ത് അംബാനിയുടെയും ടീമിന്റെയും പ്രവർത്തനം പ്രശംസനീയമാണെന്ന് ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറും പോസ്റ്റ് ചെയ്തു. മുമ്പ് വൻതാരയിൽ സന്ദർശനം നടത്തിയത് ഓർത്തെടുത്തും വീണ്ടും പോകാനുള്ള ആഗ്രഹം പങ്കുവച്ചുമാണ് സച്ചിന്റെ പോസ്റ്റ്. ജീവികൾ സ്നേഹവും കരുതലും പരിചരണവും അറിയിക്കുന്നവരാണ്. ഈ കരുതലും സ്നേഹവും പങ്കിടുന്നവർ പച്ച മനുഷ്യരായിരിക്കുമെന്നും പറഞ്ഞാണ് ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ പോസ്റ്റ്. ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിൽ 3500 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മൃഗപുനരധിവാസ കേന്ദ്രമാണ് വൻതാര. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തലങ്ങളിൽ ജീവന് ഭീഷണി നേരിടുന്നതുമായ 1.5 ലക്ഷം മൃഗങ്ങൾക്കാണ് വൻതാര അഭയമേകുന്നത്. 2000-ഓളം ഇനങ്ങളിൽപ്പെടുന്ന ജീവജാലങ്ങളാണ് ഇവിടെയുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനിയുടെയും മകൻ അനന്ത് അംബാനിയുടെ നേതൃത്വത്തിലാണ് വൻതാര എന്ന ആശയം സാക്ഷാത്കരിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്പോർട്സ് വാർത്തയിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ന്യൂസിലൻഡിനെതിരെ ദക്ഷിണാഫ്രിക്ക പതറുന്നു. 363 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 230 റൺസ് എടുക്കുന്നതിനിടെ 8 വിക്കറ്റ് നഷ്ടമായി. 69 റൺസെടുത്ത വാൻഡർ ഡുസനും 56 റൺസെടുത്ത ക്യാപ്റ്റൻ ബൌമയ്ക്കും ശേഷം ഡേവിഡ് മില്ലർ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. 6 വിക്കറ്റ് നഷ്ടത്തിലാണ് ആദ്യം ബാറ്റ് ചെയ്ത കീവീസ് 362 റൺസെടുത്തത്. സെഞ്ചുറി നേടിയ രജിൻ രവീന്ദ്രയും കെയ്ൻ വില്യംസണുമാണ് ന്യൂസിലൻഡിനെ ശക്തമായ നിലയിലെത്തിച്ചത്. രജിൻ രവീന്ദ്ര 108 റൺസെടുത്തും വില്യംസൺ 102 റൺസെടുത്തും പുറത്തായി. ഡാരൻ മിച്ചലും ഗ്ലെൻ ഫിലിപ്സും 49 റൺസ് വീതമെടുത്തു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പട്രോൾ കാണാം. നമസ്കാരം.